ഏതാണ്ട് മൂന്നാഴ്ചയോടടുക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക തമ്മിലുള്ള യുദ്ധമുഖം ഇപ്പോഴും ലോകത്തെ വലിയ സ്തംഭനാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യം യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞത് 4 ദിവസം കൊണ്ട് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുമെന്നാണ്. നേരത്തെ ഗസയിൽ തൂഫാൻ അൽ-അഖ്സയ്ക്ക് ശേഷം ഇസ്രായേലി അധിനിവേശം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ അന്നും പറഞ്ഞത് 4 ദിവസം കൊണ്ട് ഗസയെ ഞങ്ങൾ ഇല്ലാതാക്കി കളയുമെന്നാണ്. സമാനമാണ് ഇറാനിലേക്ക് വന്നാലുമുള്ള അവസ്ഥ. 4 ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാതാക്കി കളയുമെന്നാണ്. അതിന്റെ ആദ്യപടിയായി പരമോന്നത നേതാവ് അലി ഖമേനിയെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത വൃത്തങ്ങളെയും കൊല്ലാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ യുദ്ധം 4 ദിവസം കൊണ്ട് അവസാനിച്ചില്ല. ഇപ്പോൾ 17 ദിവസത്തോളമായി തുടരുകയാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത, സാധാരണഗതിയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ വലിയ രീതിയിൽ ബാധിക്കാറില്ല, ആ മേഖലയിലുള്ള ആളുകളെയാണ് ബാധിക്കാറ്. പക്ഷേ ഇറാനിലേക്കുള്ള അമേരിക്കൻ അധിനിവേശവും ഇസ്രായേലിന്റെ ആക്രമണവും ലോകത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാടിനെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഘർഷമായി ഇത് മാറിയിരിക്കുകയാണ്. ഒന്ന്, മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത് നമ്മുടെ ഊർജവുമായി ബന്ധപ്പെട്ട LNG അല്ലെങ്കിൽ LPG അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാവുന്നത്. മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു മേഖലയിൽ ഒന്നാകെ യുദ്ധാന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് അവിടുത്തെ സാധാരണഗതിയിലുള്ള ജീവിതം ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ അത് നമ്മളെയും ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ 4 ദിവസം കൊണ്ട് എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് നടന്നില്ല എന്ന് മാത്രമല്ല, ലോകത്താകമാനം യുദ്ധം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് അവരുടെ സഖ്യകക്ഷികളായ നാറ്റോ രാജ്യങ്ങളോടും മറ്റു അവരെ പിന്തുണക്കുന്ന രാജ്യങ്ങളോടും സൈനികരെയും സൈനിക ഷിപ്പുകളെയും ഒക്കെ നൽകണമെന്നാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഒരു സൈനിക നടപടിയിലൂടെ ഇറാൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ആവശ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നാറ്റോ അംഗരാജ്യങ്ങളും അമേരിക്കൻ പിന്തുണയുള്ള രാജ്യങ്ങളും ഒന്നടങ്കം തന്നെ ഈ ആവശ്യം നിരസിക്കുകയാണ്. മിലിറ്ററി മൂവ്മെന്റിലൂടെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ പ്രതിസന്ധികളെ ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കഴിഞ്ഞ ഖുദ്സ് ദിനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തെരുവിലിറങ്ങിക്കൊണ്ട് ജനങ്ങളോടൊപ്പം ഒരു റാലികളെ അഭിസംബോധന ചെയ്യുകയാണ്, റാലികൾ പങ്കെടുക്കുകയാണ്. അലി ലാർജാനി, മഹ്മൂദ് പെഷസ്കിയാൻ അടക്കമുള്ള അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ ഭാഗമാവുന്നു. അബ്ബാസ് അറാഖ്ചിയും ഇതിന്റെ ഭാഗമായി തെരുവിലൂടെ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇറാനിയൻ ജനത ഈ യുദ്ധമുഖത്ത് രാഷ്ട്രത്തോടൊപ്പം അണിനിരക്കുന്നു എന്നുള്ളതാണ്. സമാനമായ സമയത്ത് അമേരിക്കൻ ബോംബിംഗ് അവിടെ നടക്കുന്നുണ്ട്, ഇസ്രായേലി ബോംബിംഗ് നടക്കുന്നുണ്ട്. അവരുടെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളിൽ വന്ന് കൊണ്ട് ബോംബ് ആക്രമണം നടത്തുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന, ഈ റാലിയിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീ അടക്കം അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ ആരും പിന്മാറുന്നില്ല. ഇത് ഇറാനിയൻ ജനത കാലങ്ങളായി പിന്തുടരുന്ന അവരുടെ ഒരു പോരാട്ട വീര്യത്തിന്റെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇറാനിൽ നടപ്പാകില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവിടെ ഒരു ഭരണമാറ്റമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് അലി ഖമേനിയും അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നത നേതാവിനെ വധിച്ചുകൊണ്ട് വലിയൊരു റജീം ചേഞ്ച് ഉണ്ടാക്കി മറ്റൊരു തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണവ്യവസ്ഥിതി അവിടെ ഉണ്ടാക്കുക എന്നത്. പക്ഷെ അത് സാധ്യമല്ല എന്ന് മാത്രമല്ല, അലി ലാർജാനിയെ പോലെയുള്ള കാർക്കശ്യക്കാരാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അലി ലാർജാനി മാത്രമല്ല, അബ്ബാസ് അറാഖ്ചി അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി, ഇവരൊക്കെ
അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ്, മാത്രമല്ല വളരെ ഹാർഡ് കോർ നിലപാടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളായി മാറിയിരിക്കുകയാണ്. മുജ്തബ ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിതാവ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, കുട്ടി കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് വലിയ പരിക്കേൽക്കുന്ന ഒരു അവസ്ഥ ഈ ആക്രമണത്തിൽ ഉണ്ടായി. പക്ഷേ അവിടെ ഇറാൻ തെരഞ്ഞെടുക്കുന്ന പരമോന്നത നേതാവ് ഈ മുജ്തബ ഖൊമേനിയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവായ മുജ്തബ ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും. നേരത്തെ തന്നെ വളരെ ഹാർഡ് കോറായി നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഈ മുജ്തബ ഖൊമേനി. അലി ഖൊമേനി പലപ്പോഴും സമാന്തരമായി ചർച്ചകൾ ചെയ്യാം, അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സുന്നി വിഭാഗത്തോടോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളോടോ വലിയ സംഘർഷങ്ങൾ പാടില്ല എന്നുള്ള നിലപാടൊക്കെ ആയിരുന്നു. പക്ഷേ മുജ്തബ ഖൊമേനി അത്തരമൊരു നിലപാടുള്ള ആളെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് മുജ്തബ ഖൊമേനിയാണ് പരമോന്നത നേതാവായി വന്നത്. രാഷ്ട്രീയ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് അലി ലാർജാനിയെ പോലെയുള്ള കാർക്കശ്യക്കാരാണ്. അതാണ് ഈ യുദ്ധം നീണ്ടു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. കാരണം IRGC എന്നുള്ളത് റവല്യൂഷണറി ഗാർഡ്സ് എന്നുള്ളത്, ഇറാന്റെ സൈന്യം എന്നുള്ളത്, അവർ ഓൾറെഡി കമാൻഡിന് പുറത്താണ്. 31 വിഭാഗങ്ങളായി ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 31 വിഭാഗങ്ങളെയും പ്രത്യേകം കമാൻഡിന് പുറത്താണ് അവരെ നിർത്തുന്നുള്ളത്. കരസേന ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ വ്യോമസേന മറ്റൊന്ന്, നാവികസേന, ഇവരൊക്കെ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നുണ്ട്. IRGC ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ കമാൻഡിംഗ് ഒക്കെ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ സഞ്ജീൽ എന്ന ആധുനിക മിസൈൽ ഉപയോഗിച്ചാണ്. ഈ മിസൈൽ 2000 കിലോമീറ്റർ വരെ പോയി ആക്രമണം നടത്താൻ കെൽപ്പുള്ളവയാണ്. 1000 ടൺ സ്ഫോടക വസ്തുക്കൾ അതിൽ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട്. അത്തരം മിസൈലുകൾ ഈ കഴിഞ്ഞ ദിവസം ടെൽ അവീവിലേക്ക്, ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ 17 ദിവസമായിട്ടും ഇറാന്റെ മിസൈൽസ് ശേഷിയിൽ കുറവ് വരുന്നില്ല. അവരുടെ ആയുധശേഖരം തകർക്കാൻ ഇസ്രായേലിനും അമേരിക്കക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെ സൈനിക സംവിധാനങ്ങളെ നിഷ്ക്രിയമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് ഇറാന്റെ നേതൃത്വങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ലോകമെമ്പാടും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോഴെന്താണ് അവസ്ഥ? അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു സാധാരണ ജീവിതം ഇപ്പോൾ നടക്കാത്ത കാര്യമായി മാറിയിരിക്കുകയാണ്. ദുബൈയും UAEയുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുവദിക്കുന്നത്. കാരണം അവിടെയുള്ള അബുദാബിയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, ദുബൈയിലുള്ള അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അവരുടെ ഓഫീസുകൾ, അവരുടെ നിക്ഷേപങ്ങളുള്ള എണ്ണയടക്കമുള്ള നിക്ഷേപങ്ങളുള്ള ഫുജൈറയിലുള്ള എണ്ണ നിക്ഷേപം, ഇങ്ങനെയുള്ള എല്ലായിടങ്ങളിലും ഇറാന്റെ ഡ്രോണുകൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വലിയ മിസൈലുകൾ, സിജിൽ പോലെയുള്ള മിസൈലുകൾ ഇറാൻ ഇവർക്കെതിരെ ഉപയോഗിക്കുന്നില്ല. കാരണം അത് താങ്ങാനുള്ള ശേഷി ചിലപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്കുണ്ടായെന്ന് വരില്ല. അങ്ങനെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇറാനും ആഗ്രഹിക്കുന്നില്ല. ഇറാൻ നടത്തുന്ന ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ ഈ രാജ്യങ്ങൾ നടത്തുന്നുമില്ല. കാരണം എന്താണ്? അത് തമ്മിലുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. അമേരിക്കയും ഇസ്രായേലും സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിന്മാറും. ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങൾ ഈ ഇറാനെതിരെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നില്ല, ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മറ്റൊന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. ഇസ്രായേൽ ജനജീവിതം എന്നുള്ളത് ദുസ്സഹമായ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒരു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരും മലയാളികളും ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെ നിന്നും അത്തരം വാർത്തകൾ വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണ്? നിരന്തരമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഓരോ ഇടവിട്ട മണിക്കൂറുകളിലും ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് റോക്കറ്റുകൾ, മിസൈലുകൾ, മറ്റു ഡ്രോണുകൾ, ഇത് മാറി മാറി പരീക്ഷിക്കുകയാണ്. മറ്റൊന്ന് ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളാണ്. കഴിഞ്ഞ തൂഫാനുൽ അക്സയ്ക്ക് ശേഷമുണ്ടായ യുദ്ധത്തിൽ ഈ ഇസ്രായേൽ പറഞ്ഞത് സമ്പൂർണമായിട്ടും ഹിസ്ബുള്ളയെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി എന്നാണ്.
ലോകവും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. ഹിസ്ബുള്ളയുടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ അതുവരെയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഹിസ്ബുള്ള ഏറ്റവും നൂതനമായ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. കരയുദ്ധത്തിലും ഇസ്രായേലി സൈന്യത്തെ നേരിടുകയാണ്. ഇസ്രായേലി സൈന്യത്തിന് അവർ ലെബനനിൽ അധിനിവേശം തുടങ്ങി അതിനപ്പുറം കടക്കാൻ കഴിയുന്നില്ല. തെക്കൻ ലെബനലിനപ്പുറം അവർക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ള അവിടെയും അവരെ തടഞ്ഞു നിർത്തുന്നു. ഇതാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇനി എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ള വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളും ഇനിയില്ല. റമദാൻ മാസത്തിൽ ഷൈത്താനുമായി സംഭാഷണങ്ങൾ നടത്താറില്ല എന്നാണ് അലി ലാർജാനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്രൂവലായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും വന്യമായിട്ടാണ് ഇറാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു സംഭാഷണത്തിന് ആര് മധ്യസ്ഥത വഹിക്കും? റഷ്യ വഹിക്കുമോ, ചൈന വഹിക്കുമോ? റഷ്യക്കും ചൈനയ്ക്കും സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ നിർണായകമാണ്. ഈ ഒരു സമയത്ത് ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ എന്നുള്ളത് അത് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയും റഷ്യയും അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വ്യാപാരങ്ങൾ നടക്കുകയാണ്. അവരെയാണ് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ആശ്രയിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ പലവിധങ്ങളായ ഘടകങ്ങൾ കൊണ്ട് അമേരിക്ക തുടങ്ങി വെച്ച ഈ അധിനിവേശം എന്നുള്ളത് മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ കുഴപ്പിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ബഹ്റൈനിലും സൗദി അറേബ്യയിലും കുവൈത്തിലുമൊക്കെ ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അവിടെ അതിനെ വെടിവെച്ചു വീഴ്ത്തുകയോ അവിടുത്തെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇറാൻ ആദ്യ ദിവസങ്ങളിൽ നടത്തിയ വന്യമായ ആക്രമണങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് വളരെ ചുരുക്കം ആക്രമണങ്ങളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. കാരണം ഇറാൻ ഇതൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധമായിട്ട് കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞത് 5 വർഷം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നാണ്. അഥവാ ഈ 5 വർഷം യുദ്ധത്തെ നീട്ടിക്കൊണ്ട് പോയാലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും പരാജയപ്പെടുത്തണമെങ്കിൽ യുദ്ധം നീണ്ടു നിൽക്കണമെന്ന് ഇറാൻ നന്നായിട്ട് അറിയാം. ഇപ്പോൾ നടക്കുന്ന വ്യോമാക്രമണങ്ങൾക്കപ്പുറം ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കപ്പുറം മറ്റു സൈനിക നടപടിയിലേക്ക് പോകാൻ അമേരിക്ക നിർബന്ധിതരാകും. കരയുദ്ധത്തിലേക്ക് മാറാൻ അമേരിക്ക നിർബന്ധിതരാകും. അങ്ങനെ വന്നാൽ, കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ അത് അമേരിക്കയുടെ അന്ത്യകൂദാശയായി ഇറാനിൽ നടക്കും. ഇറാനെ ഒരിക്കലും കരയാക്രമണത്തിലൂടെ പിടിച്ചടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഒന്നും കൂടി അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കും കരയുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ അവസ്ഥ എന്നുള്ളത്.